ശ്രീധുവിന് അർജുന്റെ ബർത്ത്ഡേ സമ്മാനം. ആ ബർത്ത്ഡേ പ്രമാണിച്ച് സമ്മാനമൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ ഡേറ്റ് തെറ്റിപ്പോയി. അർജുനും റസ്മിനും രണ്ടുപേരും കൂടിയാണ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അവർക്ക് ഡേറ്റ് ഒന്ന് തെറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഒക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചെങ്കിലും കാർഡ് ഉണ്ടാക്കാനോ അതൊന്നും ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിരുന്നില്ല. അവർ നാളെയാണ് എന്ന് വിചാരിച്ചിരുന്നത്. അത് തലേ ദിവസം വന്നപ്പോൾ ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു. എന്നിരുന്നാലും അർജുൻ കഷ്ടപ്പെട്ട് ബാത്റൂമിലൊക്കെ പോയിരുന്ന് അത് കാർഡൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഗിഫ്റ്റായിട്ട് അവിടെ ഒരു കാർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതി നല്ലൊരു ഭംഗിയിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു കാർഡൊക്കെ സെറ്റ് ചെയ്ത് ബർത്ത്ഡേ വിഷ് ചെയ്തു. അവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ച് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അതിനുശേഷം ഒരു ചെയിനിൽ 2 മണികൾ കോർത്തിട്ട് ഒരു മാല ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തു ഗിഫ്റ്റായിട്ട്. അത് ഭയങ്കര ഇഷ്ടമായി എന്ന് ശ്രീധു പറയുകയും ചെയ്തു. എനിക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ പറഞ്ഞു, ഇവിടെ ഇതല്ലേ പറ്റുള്ളൂ, നമുക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് എന്ന് അർജുൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ശ്രീധുവിന് ഭയങ്കര ഇഷ്ടമായി. ശ്രീധു അത് ഭയങ്കര ഇഷ്ടമായിട്ട് പറഞ്ഞു, എനിക്കിത് ഇഷ്ടമാണ്, ഞാനിത് സൂക്ഷിച്ചു വെക്കും എന്നൊക്കെ ശ്രീധു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അർജുനും അതുപോലെ റസ്മിനും കൂടിയിട്ടാണ് ഇത് മുഴുവൻ പ്ലാൻ ചെയ്തത്. അവരെന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടാണ് അവിടെ ചെയ്തത്. അർജുൻ ആരും കാണാണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ പോയിരുന്ന് അത് എഴുതിയുണ്ടാക്കി കൺമഷി കൊണ്ട് എഴുതുകയും ലിപ്സ്റ്റിക് കൊണ്ട് കളർ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാർഡായിരുന്നു. സംഭവം ചെറിയ പിള്ളേർ ചെയ്യുന്ന പോലെയുള്ള ഒരു കാർഡാണ് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട്. പക്ഷേ ബിഗ് ബോസ് വീടിനുള്ളിൽ അവർക്കത് എന്തായാലും കിട്ടുന്ന സമയത്ത് ഒരു സന്തോഷം തന്നെയാണ്. തങ്ങളുടെ ബർത്ത്ഡേ ഓർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു സമ്മാനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അർജുൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തതെങ്കിലും ശ്രീധുവിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ശ്രീധു തന്നെ പറയുന്നുണ്ടായിരുന്നു.